കാലിയായിട്ടുണ്ടെന്ന്. ചിലടത്ത് ചിലപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ പൂട്ടിയിട്ടേക്കണായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ പോളിയോനും ഇതിനൊക്കെ ഈ ഫ്ലാറ്റിൽ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇവിടെ നമ്മൾ അന്വേഷിച്ചതാണ്. ഇവിടെ വന്നായിരുന്നു. സംശയത്തിലാണ് നോക്കുന്നത്. ഒരു ആൺകുഞ്ഞിന്റെ ബോഡിയാണ്. എനിക്ക് തോന്നുന്നു ജനിച്ചിട്ട് ഒരു ദിവസം മറ്റോ ആയിട്ടുണ്ടാവുള്ളൂ. സെക്യൂരിറ്റിക്ക് പക്ഷേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുറത്തുനിന്ന് ആൾക്ക് കയറാൻ ചാൻസ് ഉണ്ട്. കാരണം പുള്ളി അപ്പുറത്തേക്ക് മാറുന്ന സമയത്ത് വലിയ സ്ട്രിക്റ്റ് ഉള്ള ഫ്ലാറ്റ് അല്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആളുകൾക്ക് കയറാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. ഫ്ലാറ്റിലേക്ക് വരാനുള്ള സാധ്യത എന്താണ്? എനിക്ക് മുൻ പരിചയമുള്ള വല്ല സർവൻസ് അങ്ങനെ എന്തെങ്കിലും ആകാൻ ചാൻസ് കൂടുതലാണ്. പോലീസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ് നടക്കുന്നുണ്ട്. തൊട്ടടുത്ത ഫ്ലാറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്കും സർവൻസായിട്ട് വരുന്നവരെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പോലീസ്. അവർ ഈ ആശാവർക്കന്മാർ വന്ന് അവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തു. 1-2 പേര് ചെന്ന് പരിശോധിച്ചപ്പോൾ അവർ ആ റിപ്പോർട്ടൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇല്ല. അതിൻ്റെ റിപ്പോർട്ട് എടുത്തു. ആശാവർക്കർ വരെ വരുത്തിച്ചു. ഈ ഫ്ലാറ്റിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അത് പരിശോധിച്ചു. അതിൽ ഒരാളുടെ ഇത് കഴിഞ്ഞ് കുഞ്ഞിനെ കണ്ടുവരും. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയണത്. അങ്ങനെ അതും കൂടി സംശയിക്കാവുന്ന കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇനി നേരത്തേക്ക് വല്ല ഇവിടെ വർക്ക് ചെയ്തിരുന്നവരാരെങ്കിലും ആണോ, അങ്ങനെ സർവൻസ് ആരെങ്കിലും കയറിയതാണോ സംശയങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഈ മൃതദേഹം ആദ്യം കണ്ട ഡ്രൈവർ പറഞ്ഞത് ഈ ഇടതുഭാഗത്ത് നിന്ന്, അതായത് ഈ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ഒരു വണ്ടി ഇറങ്ങി പോകുന്നു. അത് കണ്ടതിന്റെ ഉടനെ തന്നെ ഒരു വണ്ടി പാസ് ചെയ്ത് പോകുന്നതായിട്ട് പറഞ്ഞായിരുന്നു. പോവുകയാണ്. ഇപ്പോൾ കൗൺസിലറാണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ ഇതുവരെ പോലീസ് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം എത്രയും വേഗം നിന്ന് മാറ്റാനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞു കൊന്നതാണോ അതോ മരിച്ച കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞതാണോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഈ മൃതദേഹം എറിഞ്ഞ സ്ഥലത്ത് രക്തമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ദൃക്സാക്ഷിയായ, അല്ലെങ്കിൽ മൃതദേഹം ആദ്യം കണ്ടത്. ദൃക്സാക്ഷി എന്ന് പറയുന്നത് മൃതദേഹം ആദ്യം കണ്ടാൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എറിഞ്ഞു കൊല്ലാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയൂ. അതോടൊപ്പം തന്നെ പോലീസിനെ കൊടുക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ എറിഞ്ഞതായി കരുതപ്പെടുന്ന ആ ഫ്ലാറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ ഫ്ലാറ്റിലേക്ക് ഈ കുട്ടി എറിയാനായിട്ട് ആളുകൾ എങ്ങനെ കയറി എന്നുള്ളത്. അതോടൊപ്പം തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ഇവിടുത്തെ സുരക്ഷ അത് അത്ര സ്ട്രിക്റ്റ് അല്ല എന്നുള്ളതാണ്. ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഈ ഫ്ലാറ്റിൽ ഉള്ളത്. അദ്ദേഹം പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അകത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്ക് അകത്തേക്ക് കയറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആരാണ് അങ്ങനെ വന്ന് കയറിയിരിക്കുന്നത്? അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അത് CCTV ദൃശ്യത്തിൽ പെട്ടിട്ടുണ്ടോ? ഈ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ, ഈ ഫ്ലാറ്റിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണ് കൃത്യം നിർവഹിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ CCTV പെടാതെ, ഈ സുരക്ഷാ ജീവനക്കാരൻ്റെ കണ്ണിൽപ്പെടാതെ, മറ്റുള്ളവർ കണ്ണിൽപ്പെടാതെ ആയിരിക്കാം ഈ കൃത്യം നിർവഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. തീർച്ചയായും എന്തായാലും ഭീകരമായ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എറണാകുളത്ത് നടന്നിരിക്കുന്നത്.